നമസ്കാരം. പ്രധാന വാർത്തകൾ. ജയിലിലെ അന്തേവാസികൾക്ക് പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുള്ള വേദി ഉണ്ടാകണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ. വരുതിയിലാക്കാൻ ബി.ജെ.പി. വഴങ്ങാതെ ഷിൻഡെ. നിർണായക തീരുമാനം ഇന്ന്. ബോൾബോയിയുടെ ഗുസ്തി മോഡൽ നീക്കം. ഗുരുതര പരിക്കിൽ നിന്ന് രക്ഷപ്പെട്ട് ഫാഫ്. വാർത്തകൾ വിശദമായി. ജയിലുകളിൽ കാലത്തിനനുസൃതമായി മാറ്റം വരുത്തേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിനായി സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും സമിതിയുടെ പരിശോധനയ്ക്ക് ശേഷം കാലാനുസൃതമായ സമിതിയും ചട്ടവും രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 2010 പുതിയ ജയിൽ നിയമങ്ങൾ നിലവിൽ വന്നുവെന്നും ആധുനിക വീക്ഷണം നിലകൊള്ളുന്ന നിയമം എന്നതിൽ സംശയമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള പ്രസന്റ് ആൻഡ് കറക്ഷണൽ സർവീസസ് സംസ്ഥാന അഡ്വൈസറി ബോർഡ് പ്രഥമ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഹാരാഷ്ട്രയിൽ പുതിയ സർക്കാർ രൂപീകരിക്കാൻ മഹായുതി സഖ്യം. അതിവേഗ നടപടികൾ പൂർത്തിയാക്കുമ്പോഴും മുഖ്യമന്ത്രി പ്രഖ്യാപനം നീളുന്നത് സഖ്യത്തിനുള്ളിലെ ഭിന്നത പ്രകടമാക്കിയിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സഖ്യ നേതാക്കളും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ചയിലെ തീരുമാനങ്ങളിൽ ഷിൻഡെ തൃപ്തനല്ലെന്ന് വേണം കരുതാൻ. ദില്ലിയിൽ നിന്ന് മടങ്ങിയ ഉടനെയാണ് മുംബൈയിൽ നടക്കാനിരുന്ന നിർണായക യോഗങ്ങളെല്ലാം റദ്ദാക്കി ഷിൻഡെ ജന്മനാട്ടിലേക്ക് മുങ്ങിയത്. മുഖ്യമന്ത്രി പദത്തിന് പകരമായി മകനെ ഉപമുഖ്യമന്ത്രിയാക്കാനും ആഭ്യന്തരം, നഗരവികസനം, പൊതുമരാമത്ത് തുടങ്ങിയ പ്രധാന വകുപ്പുകൾ സ്വന്തമാക്കാനാണ് ഷിൻഡെയുടെ ശ്രമം. ഇനി കായിക വാർത്ത. ഷെയ്ഖ് സയ്യിദ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ അബുദാബി T20 ലീഗ് മത്സരത്തിനിടെ ബോൾ ബോയിയുമായി കൂട്ടിയിടിച്ച് മുൻ ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ ഫാഫ് ഡു പ്ലേസിസ് പരിക്കിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ബോളിന് പിന്നാലെ പാഞ്ഞ ഡു പ്ലേസിസ് ബോയിയുടെ മുകളിലൂടെ പരസ്യ ഫോഴ്സിങ്ങുകൾക്ക് അപ്പുറത്തേക്ക് വീഴുകയായിരുന്നു. ബുധനാഴ്ച മോറിസ് വില്ലെ സ്റ്റാമ്പ് ആർമിയും ഡൽഹി ബുൾസും തമ്മിലുള്ള മത്സരത്തിനിടെയാണ് സംഭവം. വാർത്തകൾ അവസാനിക്കുന്നു. SAG, your one stop for news and entertainment. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി SAG ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.